9ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളത് വിശുദ്ധ കുർബാനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. ഞാൻ എൻ്റെ റൂമിൽ കരുണയുടെ ഈശോയുടെ രൂപവും പിന്നെ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ രൂപവും എൻ്റെ റൂമിൽ വാതിലിൻ്റെ അരികിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ അത് ചുംബിച്ചിട്ട് ഞാൻ പറയും, ഇന്നത്തെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും, ഞങ്ങൾക്ക് സായാഹ്ന പ്രാർത്ഥന, നിശാ പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ബോറടിക്കാതെ അർത്ഥം ചിന്തിച്ച് ചൊല്ലാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ചുംബിച്ചിട്ട് ഞാനിങ്ങനെ മാതാവിനോട് ഈശോയോട് പറയും. അപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്ക് എനിക്കങ്ങനെ റിസൾട്ടൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാനത് തുടർന്നിട്ട് ഒരു 4 വർഷത്തോളമായി. അപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ ക്ലാസ്സിലെ 2 കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരത് പ്രോഗ്രസ് ആയിട്ട് എന്നോട് ഷെയർ ചെയ്ത്, അപ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പിന്നെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, മോശ ഫറവോയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, എൻ്റെ ജനത്തെ ആരാധിക്കാനായിട്ട് പറഞ്ഞു വിടണമെന്ന്. അതായത് 10 ബാധകൾ അയക്കുമ്പോൾ ഓരോ പ്രാവശ്യവും മോശ ഫറവോയോട് ചെന്ന് പറയുവാണ്, എൻ്റെ ജനത്തെ ആരാധിക്കാനായിട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, മെയിനായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് ഞാൻ മാക്സിമം പറയാറുണ്ട്, നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇപ്പോൾ ഒരു കൊതുക് നമ്മൾ വന്ന് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ അടിച്ചു കൊല്ലും. പക്ഷെ ആ സെയിം കൊതുകിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ഇല, ചെടിയിൽ നിന്ന് ഒരു ഇല പറിച്ചെടുത്തിട്ട് ആ ഇല പൂർവ്വസ്ഥിതിയിൽ ആ ചെടിയിൽ തന്നെ പിടിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത്രയും ബലഹീനരാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അത്രയും വലുതാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ അർപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഒരു ഐക്യം അതിനകത്തുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഞങ്ങളുടെ എന്ന് പറയാനുള്ളൊരു യോഗ്യത എനിക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാവാറില്ല. എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട്